ആരോഗ്യത്തിനോ? എന്തായാലും ഒരാഴ്ച കഴിഞ്ഞേ വരാൻ പറ്റൂ. എടോ, ആകെ ഒന്നല്ലേ ഉള്ളു എനിക്ക്. പണിക്കരെ കണ്ട് മുഹൂർത്തം കുറിക്കണം, വേണ്ടപ്പെട്ടവരെ നേരിട്ട് കണ്ട് വിളിക്കണം. അല്ലടോ, വിവാഹ നിശ്ചയം. ആ, തനിക്കൊന്നും തലേ കയറില്ല. പിന്നെ വിളിക്കേ. യെസ്, കമിൻ. വാ മോനെ, ഇരിക്കേ. കോൺസുലേറ്റിലേക്ക് ഇന്ന് തന്നെ പോണല്ലേ? എന്തൊക്കെയാ അവരുടെ ഡിമാൻഡ്സ്? പാസ്പോർട്ട്, മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ യൂഷ്വൽ പ്രൊസീജിയേഴ്സ്. പർപ്പസ് കാണിക്കണം, ബാങ്ക് ബാലൻസ് റിപ്പോർട്ട്, പേഴ്സണൽ ഇന്റർവ്യൂസ്, അങ്ങനെ പോണം. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ ഒരു മാസം തികച്ച് നാട്ടിലുണ്ടാവില്ല എന്ന് ചുരുക്കാം. യെസ് അങ്കിൾ, പക്ഷെ ഇത് തന്നെ ഒരു ഭാഗ്യമാണ്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ വന്നവർക്ക് ലീവ് കിട്ടാൻ ട്രെയിനിങ് പീരീഡ് കഴിയണം. ഞാൻ ഒരു സ്റ്റണ്ണിംഗ് പ്രോജക്ട് റിപ്പോർട്ട് മുന്നോട്ട് വെച്ചു. ലീവ് മാത്രമല്ല, വിവാഹത്തിന് പെർമിഷൻ കിട്ടി. നീയും എടുക്കനാ, അവർക്കത് ബോധ്യപ്പെട്ട് കാണും. ആ കേട്ടോ മോളെ, പറഞ്ഞു വന്നപ്പോ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് 4 days ഗ്യാപ്പേ ഉള്ളൂ. പിന്നെ കഷ്ടിച്ച് ഒരു മാസം. അത് കഴിഞ്ഞ് അച്ഛന് മോളെ ഒന്ന് കാണണമെങ്കിൽ അമേരിക്കയിലേക്ക് വരേണ്ടി വരും. 6 മാസമെങ്കിലും ഇവിടെ ഉണ്ടാവുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ആര് തീരുമാനിച്ചു ഇതൊക്കെ? ആരും എന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ല. ഇനി എന്ത് ചോദിക്കാനാ നിന്നോട്? നടക്കേണ്ട സമയത്ത് തന്നെ നടന്നിരിക്കണം. നിനക്ക് പരിഭവിക്കാൻ ഇക്കാര്യത്തിൽ എന്താ ഉണ്ടായത്? ഞാൻ ആലോചിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, തീരുമാനം പറഞ്ഞിട്ടില്ല. ഇനി എന്ത് തീരുമാനിക്കാനാ നിനക്ക് സമയം വേണ്ടത്? എന്റെ വാക്ക് കേട്ട് കിട്ടാത്ത ലീവ് എടുത്ത് വന്നിരിക്കവൻ. ഇത് നടത്തും. നോ, ഉടനെ പറ്റില്ല. എനിക്ക് PG ചെയ്യണം, അതിന് ഇത്തിരി സമയം വേണം. അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടാൽ മാത്രം മതി. ഉടനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒന്ന് കുഴിച്ചു മുടിഞ്ഞാൻ. അച്ഛനെ അപമാനിക്കാൻ മാത്രം വളർന്നോ നീ? എന്ത് കണ്ടിട്ടടി പറ്റില്ല എന്ന് പറയുന്നേ? പ്ലീസ് പ്ലീസ്, മീര സമയം എടുത്ത് തീരുമാനിക്കട്ടെ. റിലാക്സ് മീര, അതോ